ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമേജസുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡ്രോയിങ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫോട്ടോഷോപ്പും മറ്റൊന്ന് IBSpeed. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് കട്ടൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അതിനുശേഷം IBSpeedലിട്ട് ഡ്രോയിങ് ചെയ്യും. ഞാനിവിടെ IBSpeedൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്തതിന് കാരണം ഫോട്ടോഷോപ്പ് PSD ഫയൽ നമുക്ക് IBSpeedലും യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ കഴിയില്ല, സിസ്റ്റം ഒന്നും കയ്യിലില്ല ആണെങ്കിൽ നിങ്ങൾക്ക് IBSpeed യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇമേജസുകൾ കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ചെയ്യുന്ന ആർട്ട് വർക്ക് മാസ്റ്റർ എന്ന പടം വിജയും അതുപോലെ വിജയ് സേതുപതിയും അഭിനയിച്ച പടമാണ്. ഈ ഒരു പടത്തിൻ്റെ ലാസ്റ്റ് ഭാഗം കണക്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റത്തെ കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോർഷൻ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ആർട്ട് വർക്കായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആ ഒരു ആർട്ട് വർക്കിലേക്ക് കടക്കാം. ഞാനിവിടെ ഇത്രയും ഇമേജസുകളാണ് വരയ്ക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. നമുക്ക് നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുകയോ അല്ലെങ്കിൽ ന്യൂ കൊടുക്കുകയോ ചെയ്യാം. ന്യൂ ഓപ്പൺ ചെയ്ത് ന്യൂ പ്രസ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിൽ, സോഷ്യൽ മീഡിയ സൈസിലാണ് ഞാനിതിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സൈസ് വിഡ്ത്തും ഹൈറ്റും കൊടുക്കുകയാണ്. 1080 ആൻഡ് 1350 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസാണ്. ഇത് 4:3 എന്ന് പറയുന്ന സൈസാണ്. അതുപോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 ആക്കി കൊടുക്കുക. അതുപോലെ ഇതിനൊരു നെയിം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, മാസ്റ്റർ ആർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം RGB നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അഡോബിൻ്റെ RGB ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ക്യാൻവാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലേസ് എംബഡഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് ഓരോ ഇമേജായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് എവിടെയൊക്കെയാണ് ഓരോ ഇമേജ് പ്ലേസ് ചെയ്യുന്നത്, മെയിൻ ഇമേജ് ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം വേണം, ഏതൊക്കെ സൈസ്, ലെങ്ത്ത്, വിഡ്ത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ഓരോ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഇമേജ് ഇതിനൊക്കെ അടിഭാഗത്തായിട്ട് വെച്ചത്, കാരണം രണ്ടുപേരുടെയും ഫേസിൻ്റെ പോർഷൻ ഒന്ന് ടോപ്പിലും ഒന്ന് താഴെയാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യും. മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഒരു കട്ടൗട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇമേജ് ആഡ് ചെയ്തിട്ട് ഇത് ഞാൻ കട്ടൗട്ട് ചെയ്യും. എന്നാൽ ആ ഹാൻഡിൻ്റെ പോർഷൻ മാത്രം മതി. ഓക്കെ, പിന്നെ ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൂൾ സെക്ഷനിൽ പെൻ ടൂൾ ഉണ്ട്. പെൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ പാത്താക്കി കൊടുക്കുക. ടോപ്പിൽ പാത്ത് ഓപ്ഷൻ ഉണ്ട്. പാത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് കട്ടൗട്ട് ചെയ്തെടുക്കുക. ഇനി പെൻ ടൂളല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഇമേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അത് കൊടുത്താലും മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം പെൻ ടൂൾ യൂസ് ചെയ്യുന്നത് മാത്രം. അങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കട്ടൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൺട്രോൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റും സെലക്ഷൻ വന്നതായിട്ട് കാണാം. അതിനുശേഷം ലെയറിൻ്റെ താഴ്ഭാഗത്ത് വന്ന മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയതായി കാണാൻ പറ്റും. ഇത് നമുക്ക് വീണ്ടും വേണം റീ എഡിറ്റ് ചെയ്യാം. മാസ്ക് കൊടുത്താൽ റീ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നാലാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, നാലാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സീനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊരു മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. മാസ്ക് ഇടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ചെയ്യാണ്. സെലക്ഷൻ ചെയ്യുന്നതിന് കാരണം എനിക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ മതി വരക്കാൻ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാസ്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നാലാമതായിട്ട് എടുത്ത ഇമേജ് ഇതിൻ്റെ താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിജയ് സേതുപതിയുടെ ഐ പോർഷൻ വരുന്ന ഇമേജിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നാലാമത്തെ ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ഇമേജ് ടോപ്പിൽ ഹാൻഡിൻ്റെ പുറത്തേക്ക് വരുന്ന ഏരിയ
സെലക്ഷൻ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനും മാസ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാസ്ക് ചെയ്തിട്ട് കൺട്രോൾ അടിച്ചാൽ ഇൻവേർട്ടായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വേണ്ട ഏരിയ മാത്രം സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് 6ാമത്തെ ഇമേജാണ്. 6ാമത്തെ ഇമേജ് എന്ന് പറഞ്ഞത് വിജയ് സേതുപതിയുടെ കൈയുടെ പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് 6ാമത്തെ ഇമേജ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും രണ്ട് സൈഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് വിജയുടെ കൈയുടെ ഭാഗത്തും മറ്റൊന്ന് വിജയ് സേതുപതിയുടെ കൈയുടെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായി നേരെ ഫയലിലേക്ക് വരിക. ഫയലിൽ സേവ് ആസ് ഉണ്ടാവും. സേവ് ആസ് കൊടുത്തിട്ട് നമ്മുടെ നെയിം കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് ആ ഒരു ഫയൽ അവിടെ സേവ് ആയി. ഇനി അടുത്ത ഇമേജ് ആയിട്ട് സേവ് ചെയ്യാൻ എക്സ്പോർട്ട് കൊടുക്കണം. ഫയൽ എക്സ്പോർട്ട് കൊടുത്ത് എക്സ്പോർട്ട് ആസ് വന്നിട്ട് ഇതുപോലെ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടി കൊടുത്തതിന് ശേഷം സേവ് അടിക്കണം. ഇനി നമുക്ക് പാർട്ട് 2മായി കാണാം. അതുവരെയും ഗുഡ് ബൈ.